ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. അത് അദ്ദേഹത്തോടെ ചോദിക്കേണ്ടത്. ബേപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സാക്ഷാൽ VD സതീശൻ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാലും ഞങ്ങൾ ജയിക്കും. ആ തരത്തിലുള്ള മണ്ഡലമാണ് ബേപ്പൂർ. പിന്നെ ഇവർക്ക് സ്വാഭാവികമായിട്ടും കോഴിക്കോട്ടെ കോൺഗ്രസ്സുകാർക്കോ അല്ലെങ്കിൽ UDFനോ താല്പര്യമില്ലാത്ത സ്ഥാനാർത്ഥിയാവാം. അതെന്താണെന്നറിയില്ല. ഇനി കേരളത്തിൽ തന്നെ ഈ അൻവർ വന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ടുള്ള സംസാരമായിരിക്കും. ബേപ്പൂരിൽ ആര് മത്സരിച്ചാലും ഞങ്ങൾ ജയിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ല, അത് LDFിൽ വന്ന് കൊണ്ടുവന്നാലും അല്ലെങ്കിലും ഒക്കെ അത് കോൺഗ്രസിൻ്റെ ഒരു രീതിയല്ലേ. കോൺഗ്രസും UDFും ഒക്കെ എല്ലാ കാലത്തും ഇതിലൂടെയല്ലേ വളർന്നു വരുന്നത്. കാലുവാരൽ അവരുടെ ഒരു അജണ്ടയുടെ ഭാഗമാണ്. അതാണ് പറഞ്ഞത്. ഞങ്ങളിപ്പോൾ ഈ ഉത്രാട ദിനത്തിൽ ഈ തിരുവോണ നാളുകളിൽ കേരളത്തിലുടനീളം വലിയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തു DYFI. യഥാർത്ഥത്തിൽ ഒരു MP ചെയ്യേണ്ടത് അവിടെ വന്നൊരു വാർത്ത ഉണ്ടാക്കലാണോ? മാധ്യമങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എന്തോ ചെയ്തു എന്ന് തോന്നിക്കാൻ വേണ്ടി മാത്രമുള്ള ഇടപെടലുകളാണ് ഈ ശ്രീകണ്ഠൻ MP ഉൾപ്പെടെയുള്ളവർ നടത്തുന്നത്. ഇപ്പോൾ ഇവിടെ എയിംസ് നഷ്ടപ്പെട്ടു. അതെ, MP മാരുടെ കൂട്ടം അവിടെയാണോ? പാലക്കാടേക്കാണ് മാത്രമാണോ പോകേണ്ടത്? എവിടെ ചെല്ലണം? അശ്വിനികുമാറിൻ്റെ അടുത്ത് അങ്ങോട്ട് ചെല്ലണ്ടേ? ഡൽഹിയിൽ ചെല്ലണ്ടേ? ഡൽഹിയിൽ പോയി വിഷയം സംസാരിക്കണ്ടേ? ചർച്ച ചെയ്ത് തീർക്കണ്ടേ? ഇത് അവസാനിപ്പിക്കണ്ടേ? വലിയ പ്രക്ഷോഭത്തിന് DYFI ഇറങ്ങുന്നത് വരെയാണ്. ഇവർക്ക് ഇതുവരെ മിണ്ടാട്ടം ഉണ്ടായിരുന്നില്ലല്ലോ. ഇതുവരെ മിണ്ടിയിട്ടില്ല. ഇപ്പോൾ ഇറങ്ങുകയാണ്. ഏതായാലും പാലക്കാട് അവർ ഉപസിക്കട്ടെ. അതിനുശേഷം അതിന് തുടർച്ചയുണ്ടാകട്ടെ. ഡൽഹിയിൽ ഉൾപ്പെടെ വലിയ സമരത്തിന് ഈ MP മാർ നേതൃത്വം കൊടുക്കട്ടെ. അവരുടെ ഉത്തരവാദിത്വം കല്യാണത്തിനോ സൽക്കാരത്തിനോ പോകലല്ല, കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കലാണ് എന്നുള്ള ബോധം അവർക്കുണ്ടാകണം. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ആവശ്യത്തിന് എല്ലാ ഘട്ടത്തിലും നമ്മൾ കൂടെ നിൽക്കുക. ആത്മാർത്ഥമായ സമീപനത്തോട് ഒപ്പം ഞങ്ങൾ നിൽക്കാറുണ്ട്. അല്ലാതെ ഈ കാട്ടിക്കൂട്ടൽ സമരത്തിനല്ല. ആത്മാർത്ഥമായി കേരളത്തിനോടൊപ്പം, കേരളത്തിൻ്റെ വികസനത്തിനോടൊപ്പം ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും DYFI നിന്നിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഏറ്റുമുട്ടാനില്ല എന്നുള്ള VD സതീശൻ്റെ നയമാണ് ഇവർക്കൊക്കെ പ്രയാസം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ നിങ്ങൾ PMA സലാമിനോട് തന്നെ ചോദിക്കുക. അവർ ഓരോ ദിവസം ഓരോ അഭിപ്രായം പറയുന്ന ആളുകളല്ലേ. അഭിപ്രായത്തിന് എന്തോ സ്ഥിരതയുള്ള ആളുകളാണ് ഇവരൊക്കെ. ഒരു സ്റ്റേജിൽ വന്നാൽ ഒരു അഭിപ്രായം പറയും, മറ്റൊരു സ്റ്റേജിൽ വന്നാൽ മറ്റൊരു അഭിപ്രായം പറയും. ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ആലോചിച്ചിട്ടില്ല.